ഹായ്, ഇതെവിടെയാണ് സ്ഥലം എന്ന് മനസ്സിലായോ? നമ്മുടെ ഗുരുവായൂർ നടയിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസം പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അമിതമായിട്ട് മോതിരത്തിനോട് പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഇങ്ങ് പോരെ കേട്ടോ. ഒരുപാട് മോതിരത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ശിഖമോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മോതിരം, മാല, വള, കമ്മൽ ഇത്യാദി സാധനങ്ങളൊന്നും മേടിച്ച് തരാൻ നമ്മൾ പറയത്തില്ല കേട്ടോ. കമ്മലൊക്കെ വല്ലപ്പോഴും ഓണത്തിനൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഒരു കമ്മലിട്ടാലായി, ഇല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റഡ് ഇടും. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു സംഭവം മോതിരമാണ്. ഇവിടെ വന്നപ്പോഴേ അവൾ എന്നോടൊരു ചോദിച്ചു, എനിക്കൊരു മോതിരം വാങ്ങിച്ചു തരുമോ എന്നാണ് കേട്ടോ. അപ്പോൾ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും വൈഡൂര്യത്തിൻ്റെയും ഒന്നും അല്ലല്ലോ ചോദിച്ചത്, സാധാരണ ഒരു മോതിരമല്ലേ, അത് മേടിച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ അവൾക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം. വന്നപ്പോൾ അങ്ങനെ മോതിരത്തിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ആൺകുട്ടികൾക്കുള്ള മോതിരങ്ങളും ഈ ശബരിമല സീസണായതുകൊണ്ട് ഒരുപാട് ചന്തകൾ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെ വന്നപ്പോൾ ഇങ്ങനെ കണ്ട് പോയതല്ലാതെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഈ പിള്ളേർക്കൊരു മോതിരവും ഉണ്ണിക്കണ്ണനെ നമ്മൾ പറ്റിച്ചു, ഒരു ഓടക്കുഴലൊക്കെ മേടിച്ച് കൊടുത്ത് പറ്റിച്ചതാ. നമ്മുടെ ലച്ചൂസ് ഒരു കറുത്ത മോതിരം എടുത്തിട്ടുണ്ട്. ഇജാതി മോതിരങ്ങളൊന്നും ശിഖമോക്ക് ഇഷ്ടമല്ല. ഇതൊന്നും മാണിക്യം വൈഡൂര്യം പോലൊക്കെയുള്ള കല്ല് പതിപ്പിച്ച മോതിരങ്ങൾ, നമ്മുടെ ആൺകുട്ടികളിടുന്ന മോതിരങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഈ മോതിരങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് കയ്യിൽ ഇടാനൊന്നും ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ശിഖമോക്ക് ആരുടെ സ്വഭാവം കിട്ടിയതാണെന്ന് അറിയത്തില്ലേ, മോതിരത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ മോതിരവിരളിലല്ല പുള്ളിക്കാരി ഇടുന്നതും. ഇപ്പം ഞാനൊന്ന് മോതിരവിരലിൽ ഇട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇട്ട് കാണിച്ചിട്ടുണ്ട്. അവളാ എന്താ ഒറ്റ വിരളയിലാണ് മോതിരം ഇടാറ് കേട്ടോ. അങ്ങനെ മോതിരം വാങ്ങി ഒരു 30 രൂപയോ മറ്റോ ആയിരുന്നു കേട്ടോ മോതിരത്തിന്. അപ്പോൾ മോതിരം വാങ്ങി. നമ്മുടെ അച്ചുക്കുട്ടന് ഒരു ചെറിയ ഗുരുവായൂരപ്പൻ്റെ ഇതുള്ള ഒരു മോതിരവും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലായിരുന്നു, വേറൊരു സ്ഥലത്ത് നിന്നാട്ടോ വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ ഇതാ സൈഡ് വഴിയൊക്കെ ഇഷ്ടം പോലെ മാലകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഡ്രസ്സിന് ചേരുന്ന സൈസൊക്കെ ഉള്ളത്. പക്ഷേ നമ്മുടെ ശിഖമോക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അതൊന്നും വാങ്ങിച്ച് പൈസ കളയാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ അച്ചുകുട്ടനെ ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വലിപ്പിച്ച് കൊണ്ടുപോകാൻ ഞാൻ പെട്ട പാട് എൻ്റെ പൊന്നോ. പിന്നെ ഒരു ഓടക്കുഴലും ഒരു കുഞ്ഞു മോതിരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പുള്ളിക്കാരനെ നമ്മളങ്ങ് പറ്റിച്ചു. നമ്മൾ മൂകാംബിക പോയപ്പോഴും അങ്ങനെ പറ്റിയതായിരുന്നല്ലോ. ഇവിടുന്ന് ഞങ്ങളൊരു ഓടക്കുഴലൊക്കെ വാങ്ങിക്കൊടുത്ത് പറ്റിച്ചു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കൊലുസാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. കൊലുസ്, അതുപോലെ ഒരുപാട് പിന്നെ ഉടുപ്പുകൾ, ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് മാലകൾ, ഈ തിളങ്ങുന്ന സൈസ് മാലകൾ, ഒരു ബാഗുകൾ ഒക്കെ സൈഡ് വഴി ഇങ്ങനെ കണ്ട് ഞങ്ങൾ പോയി. ഇത് കണ്ടോ, ഒരുപാട് സാധനങ്ങൾ കണ്ട് ഞങ്ങളങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണ്ണിക്കണ്ണനെയും പറ്റിച്ചു, ശിഖമോക്ക് ആഗ്രഹമുള്ള ഒരു മോതിരവും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ മോതിരം ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.